ഹലോ ഗേസ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇന്ന് നമുക്ക് കേട്ടിരിക്കുന്ന ഈ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാക്കേജ് എ സിയുടെ കൂളിംഗ് കോയിൽ ലീക്കായി പോയി. അത് ഷീറ്റുമായിട്ടൊന്ന് ഉരഞ്ഞിട്ട് അതിൻ്റെ കൂളിംഗ് കോയിൽ ലീക്കായതാണ്. അങ്ങനെ ഫുള്ള് ഐസായിരുന്നു. പിന്നെ ഐസെല്ലാം മെൽറ്റ് ചെയ്ത് നമ്മളിപ്പം ബ്രേസിങ്ങിലോട്ട് പോയിരിക്കുകയാണ്. ബ്രേസിങ് ചെയ്ത് അതിനകത്ത് പിന്നെ ടോപ്പ് അപ്പ് ചെയ്യണം, ഗ്യാസ് ടോപ്പ് അപ്പ് ചെയ്യണം, വാക്വം ചെയ്യണം. വാക്വം ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഗ്യാസ് ചാർജ് ചെയ്യാനായിട്ട്. അപ്പം ആൾറെഡി നമ്മളത് കട്ട് ചെയ്യണം. കട്ട് ചെയ്താൽ മാത്രമേ ആ കോയിലിൻ്റെ സൈഡ് ഉരഞ്ഞിട്ടാണ്, ഷീറ്റുമായിട്ടിരുന്ന് ഉരഞ്ഞിട്ടാണ് ഇപ്പം നമ്മൾ ആൾറെഡി ബ്രേസ് ചെയ്തിട്ടുണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ലീക്ക് ടെസ്റ്റ് ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. അതിലിനി മൈന്യൂട്ട് ലീക്ക് ആയിരുന്നത് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് കാണാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ അത് കറക്റ്റ് ചെക്ക് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഷീറ്റുമായിട്ട് ഉരഞ്ഞു കാരണം. അപ്പോൾ ആൾറെഡി നമ്മൾ ബ്രേസിങ് എല്ലാം കഴിഞ്ഞ് ഇനി നമ്മളെ പ്രഷർ ടെസ്റ്റും കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇനിയിപ്പം ഗ്യാസ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്യാസ് ചാർജിങ് ഇച്ചിരി പ്രശ്നമാണ്. കാരണം അതിൻ്റെ ആംബിയന്റ് ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് ഗ്യാസ് കയറാനായിട്ട് കുറച്ച് പാടാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ഇപ്പം കുറവാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യണമെങ്കിൽ നമുക്ക് സപ്പോർട്ട് ആവശ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു കംപ്ലൈൻറ്റുമായി പുതിയൊരു വീഡിയോ എടുക്കാം.